ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ട ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ. 2 വാക്ക് സംസാരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊല്ലം സ്വദേശിനിയായ ഡാനീസാണ് ഈ ഒരു പ്രതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് VS വീണ, കൊട്ടാരക്കര സ്വദേശിനിയാണ്. അവളെ അഭിനന്ദിക്കുക തന്നെ വേണം കേട്ടോ. നല്ലൊരു റിയാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ സമയത്ത് കറക്റ്റ് ടൈമിന് റിയാക്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവൾ അഭിനന്ദിക്കുക തന്നെ വേണം. അതുമാണ് വീണയെക്കുറിച്ച് പറയാൻ കാര്യം. കാരണം വീണ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ആ കുഞ്ഞ് നമ്മുടെ മുന്നിൽ ഈ ലോകത്ത് ഉണ്ടാവാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം ഇങ്ങനെയുള്ള പല വൃത്തികെട്ട മാരുടെ കയ്യിലും നിന്നും നമ്മൾ പലരും കണ്ടിട്ടും കാണാത്തത് പോലെയാണ് ഓരോരുത്തർ പോകുന്നത്. ഈ ഒരു ട്രെയിനിൽ തന്നെ ആ ഒരു സംഭവം നടന്നിട്ടുമുണ്ട്. പലതും കണ്ടിട്ടും കാണാതെ പോലെ നമുക്കെന്താ എന്നുള്ള ഒരു അഭിപ്രായത്തിലിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നിന്ന് വീണ വന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവളെ അഭിനന്ദിക്കുക തന്നെ വേണം കേട്ടോ. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത് നമ്മൾ ഈ ഒരു പ്രതിയെക്കുറിച്ച് പറയാൻ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രതികൾക്ക് ശിക്ഷ കൊടുത്ത് ജയിലിൽ ഏറ്റിക്കിടത്തിയിട്ട് അവർക്ക് ചപ്പാത്തിയും കോഴിക്കറിയും അതോ ഇതോ ഉണ്ട എല്ലാം കൊടുത്ത് ഇട്ടിരിക്കുന്നതിനേക്കാട്ടിലും ഇവരെ അങ്ങ് തട്ടിക്കളയണം. അതാണ് ചെയ്യേണ്ടത്. കൊച്ചു കുട്ടികളോട് പോലും യുവന്മാർ ഇങ്ങനെയുള്ള വൃത്തികെട്ട ഭീകര ജന്തുക്കളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം തട്ടിക്കളയാൻ തന്നെ വേണം. ജീവനോടെ ഇട്ടിരിക്കുകയേ ചെയ്യരുത്. പലപ്പോഴും നമ്മൾ കാണുന്നതാണ് പല കുട്ടികളെയും ട്രെയിനിൽ വെച്ചും ബസ്സിൽ വെച്ചും പോകുന്ന വഴിയാത്രകളിലും കാടുകളിലും വഴിയോരങ്ങളിലും വെച്ച് പീഡിപ്പിക്കുന്ന കുറേ ആൾക്കാരുടെ വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ നാൾ കൊണ്ട് നമ്മൾ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്തും പലരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഈ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ അവന് കിട്ടുകയും വേണം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വൃത്തികെട്ട ജന്തു എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളൊക്കെ ചില നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉള്ള കുറച്ച് പേരുടെ കാര്യം ഞാൻ പറയാം കേട്ടോ. കാരണം പല ഐഡിയകളിൽ നിന്നിട്ടും പല ലൈവുകളിൽ വന്നിരുന്നിട്ട് ഇതേപോലെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അമ്മമാരെയും എല്ലാവരെയും തെറി പച്ചത്തെറി എഴുതി ലൈവുകളിൽ കൂടി അയക്കുന്നുണ്ട്. അത് നമുക്ക് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല യൂട്യൂബർക്കും ഇതറിയാം. അത് കണ്ട് പേടിച്ചിട്ട് പലരും ഈ ഒരു ലൈവ് നിർത്തിയിട്ട് വരെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ തീർത്തും പറയുകയാണ്, ഇങ്ങനെയുള്ള ഓരോരുത്തർക്ക് എതിരെ നല്ല ശിക്ഷ ഉറപ്പായിട്ടും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അത് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുക. അത് എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ. ഇത് റിയലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗമുള്ള ആൾക്കാരാണ് നമ്മുടെ ലൈവുകളിൽ പോലും വന്നിരുന്ന് പ്രതികരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തു പറഞ്ഞാൽ, ഈ 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോട് ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തതിന് നല്ലൊരു ശിക്ഷ കൊടുക്കാതിരിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പലരും അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിപ്പോവുകയും 2 തല്ലുകൊണ്ട് അവർ അങ്ങ് നിസ്സാരം പോലെ അങ്ങ് കളയും കേട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞാൽ, അയ്യോ ഇതിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 2 അടി കിട്ടും, അതോടെ എന്നെ അങ്ങ് ജയിലിൽ കൊണ്ടിടാം, അവിടെ ചെന്ന് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് നല്ല തടിച്ച് കൊഴുത്ത് പിന്നെ വീണ്ടും ഇറങ്ങി വന്ന് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതിയല്ലോ, വീണ്ടും 2 കിട്ടും, അതോടെ ഈ ഒരു മാറ്റർ കഴിയും എന്നാണ് ഇവരുടെയൊക്കെ ഒരു ചിന്ത. ആ ചിന്ത മാറണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ളവർക്ക് ലോകത്ത് ജീവിക്കാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ കൂടി പറയുക കേട്ടോ. ഇതിനെതിരെ എന്ത് തന്നെ മെസ്സേജ് ഇട്ടിരുന്നാലും അത് എന്നെ ബാധിക്കില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ഈ വീണ എന്ന് പറയുന്ന വ്യക്തിയോടെ ഈ വീണ കാണാനും കാരണം അതാണ് കേട്ടോ. 2 പ്രാവശ്യം ഇയാൾ അവളുടെ കാലിൽ ടച്ച് ചെയ്തിട്ടും അവൾ ആദ്യം ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും 3ാമത്തെ പ്രാവശ്യം അവൾ പ്രതികരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. പിന്നെ അവൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവൾ ഫോണിൽ കൂടി ന്യൂസുകളും വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത്. അത് അയാൾ ചെയ്ത ഒരു നല്ലൊരു കാര്യമാണ്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കാലിൽ ടച്ച് ചെയ്യാനും അവളെ ഒന്ന് ഉണർത്തി
ഇടാനും കാരണം ആയതാണ്. അതുകൊണ്ട് അങ്ങേര് ഒരു നല്ല കാര്യം ചെയ്തതാണ് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ അവളും ഉറങ്ങിപ്പോയേനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, നല്ല കാര്യമൊന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ദൈവമായിട്ട് അങ്ങേർക്ക് ഇങ്ങനെ ഒരു ബുദ്ധി കൊടുത്തതായിരിക്കും. അവളെ ആദ്യം ചുരണ്ടി നോക്കാം, എന്തെങ്കിലും കാര്യം നടക്കുമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങേരൊന്ന് ചുരണ്ടി നോക്കിയതായിരിക്കും. പക്ഷെ അവൾ പ്രതികരിച്ചതോടെ അങ്ങേര് എണീറ്റ് പോയി മറ്റേ കുട്ടിയെ എടുത്തുകൊണ്ട് വരികയായിരുന്നു. അതുകൊണ്ട് ഇവൾ ഉറങ്ങാതെ ഇരിക്കുകയും ചെയ്തു. ഇവക്ക് ഈ ഒരു വീഡിയോ എടുത്ത് ആ കുട്ടിയെ രക്ഷിക്കാനും പറ്റി. അതാണ് എനിക്ക് പറയാനുള്ള. എന്തായാലും വീണ ചെയ്തതുമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവളെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ബിഗ് സല്യൂട്ട്. ഇതുപോലെ ഓരോരോ പെൺകുട്ടികളും മുന്നോട്ട് കയറി വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കും വരാം. പക്ഷേ അവിടെ പ്രതികരിച്ചില്ല ആരും. ആ ട്രെയിനിലും ഉണ്ടായിരുന്നു ആണുങ്ങൾ. ആരും ആ കുട്ടിക്കെതിരെ പ്രതികരിച്ചില്ല. പക്ഷേ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രതികരിക്കാനും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൂടും കേട്ടോ. കൈയടിക്കാൻ ആൾക്കാർ ഇത്രയോ ഇഷ്ടം പോലെ ഉണ്ടാവും. കൈ അടിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സംഭവത്തിന് വേണ്ടി ആരും വരത്തില്ല കേട്ടോ. അപ്പം എല്ലാവരും കൈയടിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിനു മുമ്പ് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അതും കൂടെ ചെയ്യാൻ ഓരോരുത്തരും ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.